ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വർഗം ഫിഷിംഗ് പാർക്കിലേക്ക് പോയ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഫിഷിംഗ് പാർക്കാണ്. 8 വർഷത്തോളമായി ഇവിടെ ഇത് തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പം പാർക്കും കാര്യങ്ങളൊക്കെ ആയി, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പുതുതായിട്ട് കൊണ്ടുവന്ന് കുറച്ചും കൂടെ നല്ല ഭംഗിയാക്കി തുടങ്ങിയിട്ട് 7 മാസമേ ആയിട്ടുള്ളേ. എൻട്രി ഫീസ് 40 രൂപ ഒരാൾക്ക്. പിന്നെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. 2 പേർക്ക് 200 രൂപ, 4 ആൾക്കാർക്ക് 300 രൂപ, 6 പേർക്ക് 400 രൂപ അങ്ങനെയാട്ടോ. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഓരോ സാധനങ്ങളിൽ കയറണമെങ്കിലും കാണണമെങ്കിലും ഒക്കെ നമുക്ക് വേറെ വേറെ പൈസ കൊടുക്കണം. ഇപ്പോൾ ബേഡ്സ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ 50 രൂപയാണ്. അവിടെ കുറേ പക്ഷികളുണ്ട്. പക്ഷികൾ കരയെന്ന് വെച്ച് കേൾക്കുന്നത്. ഇവിടെ പാർട്ടിയൊക്കെ നടത്താനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി പാർട്ടിയോ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ ഓപ്പൺ ആയിട്ടുള്ള സമയം രാവിലെ 10 മുതൽ രാത്രി 10 വരെ കേട്ടോ. കുഞ്ഞുണ്ണി ഇവിടെ നോക്കടി. ബത്തേരിയിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല ഇങ്ങോട്ട്. പിന്നെ ടൗണിലെ ഒച്ചയും ബഹളവും തിരക്കും ഒന്നുമില്ലാതെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ബത്തേരിയിൽ നിന്ന് താളൂർ റോഡിന് കല്ലുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഫിഷിംഗ് പാർക്കുള്ള. സ്വർഗം ഫിഷിംഗ് പാർക്ക് എന്നാണ് കേട്ടോ പേര്. ശുദ്ധജല മത്സ്യകൃഷി തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ വാള, ഫിലോപ്പി, ചെമ്പല്ലി, കാർപ്പ് അങ്ങനെ ഒരുപാട് മീനുകളുണ്ട്. ഈ കാർപ്പിനും ചെമ്പല്ലിക്കും 250 രൂപയാണ് കിലോയ്ക്ക്. ബാക്കി എല്ലാ മീനിനും 200 വെള്ളം ഇത് മുട്ടി മുട്ടി എന്നുള്ള പരുവത്തിലായിരിക്കുന്നത്. എൻ്റെ അമ്മേ, എനിക്ക് നീന്താനൊന്നും അറിയത്തില്ലേ. ഇവിടുന്ന് പിടിക്കുന്ന മീനിനെ നമുക്ക് ഇവിടുന്ന് ക്ലീൻ ചെയ്ത് തരും. ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ കറിയാക്കിയോ ഫ്രൈ ആക്കിയോ കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ മീനിൻ്റെ കിലോയ്ക്ക് ഉള്ള വെയിറ്റ് അനുസരിച്ച് നമുക്കത് പൈസ കൊടുത്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടോ. ഇവിടെ ഭക്ഷണമൊക്കെ കിട്ടും. പൊറോട്ടയും കപ്പയും ഇവിടുന്ന് തന്നെ പിടിക്കുന്ന മീൻ കറി വെച്ചതും പിന്നെ ചോറും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. താറാവൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്. അവിടെ കുറച്ച് താറാവിനെയൊക്കെ കണ്ടിട്ട് താറാവിനെ വിൽക്കാനുള്ളതാണോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ താറാവിനെ വിൽക്കാനുള്ളതല്ല എന്നാ പറഞ്ഞേ. അവിടെ പിടിക്ക് കൈ പിടിക്ക. ആ ഇവിടെയാണ് എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നടത്താനുള്ള ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. പിള്ളേർക്ക് ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ബാ കുഞ്ഞു ബാ. കുഞ്ഞിൻ്റെ തലേന്ന് മാറ്റ്. ഞങ്ങളൊന്ന് ചൂണ്ടയിട്ട് നോക്കാൻ വേണ്ടി പോകുവാണേ. ഇത് മൈദയും പിന്നെ ഫിഷിൻ്റെ ഫുഡും കൂടെ മിക്സ് ആക്കിയിട്ട് ചൂണ്ട കൊരുക്കുക ചെയ്യുന്നത്. അപ്പൊ തന്നെ ചിലപ്പം ഒന്ന് എടുത്തിട്ട് പിന്നെ അങ്ങനെ കൂടുതലായിട്ട് നല്ലോണം കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ബാക്കോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ആദ്യം നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കണം. ആ ഇരിക്കുന്നിടത്തോളം പിന്നെയും ഇങ്ങോട്ടേക്ക് വെക്കും. സോസ് കഴിച്ചിട്ടുണ്ട് കൈ മറ്റേ.
മീൻ പിടിക്കാനുള്ള ട്രിക്കൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ആ ചൂണ്ടൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അവസാനം ഒരു മീനിനെ കിട്ടി കേട്ടോ. വാളയാണേ കിട്ടിയത്. പിടിക്കണോ? കുഞ്ഞിനെ ഇങ്ങോട്ട് മാറിയേക്ക്. ഇവിടെ പുറകിലോട്ട് നിർത്ത്. വാളയോ? എടുക്കുന്നുണ്ട് വീഡിയോ. ആ കിട്ടി. ചൂണ്ടയ്ക്ക് നമ്മൾ പൈസ കൊടുക്കണം. കൈ ചൂണ്ടയ്ക്ക് 30 രൂപയും ഏറു ചൂണ്ടയ്ക്ക് 50 രൂപയാണ്. ഇവിടുന്ന് മാറി അങ്ങോട്ട് ഇടാനുള്ളതല്ലേ ചേട്ടേ. മാറി നിൽക്ക്. കയ്യെ കടിച്ചോ? മാറി നിൽക്കേ. എന്താ ഒച്ച കേൾക്കുന്നില്ല? മീനിനെ കരയിലേക്ക് എടുത്തിടാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ ഓണറുടെ മോൻ തന്നെയാണ് കരയിലേക്ക് എടുത്തിട്ടത്. അപ്പോൾ കയ്യിൽ ചെറുതായിട്ട് കടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ മീൻ അൽഫാമും മീൻ ബ്രോസ്റ്റും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നേരത്തേക്കാളും കാണാൻ ഒന്നുകൂടെ ഭംഗിയായേ. 3,790. 5 കിലോ ഉള്ള വാളയാണ് പിടിച്ചത്. 1000 രൂപ കൊടുത്തു കേട്ടോ. പിന്നെ നന്നാക്കുന്നതിനും പൈസ കൊടുക്കണം. പിന്നെ അവിടുന്ന് കറിയാക്കുകയും ഫ്രൈ ആക്കുകയൊന്നും ചെയ്തിട്ടില്ല. വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടോ കറിയാക്കലും ഫ്രൈ ആക്കലും ഒക്കെ ചെയ്ത്. ഈ മീനിൻ്റെ രൂപത്തിൽ കാണുന്നത് ഫിഷ് സ്പാ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ മീൻ നന്നാക്കി ക്ലീൻ ചെയ്തൊക്കെ കിട്ടിയപ്പോൾ 3,790 ഉണ്ടായിരുന്നേ. നമ്മൾ പിടിച്ച മീൻ അവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുവാണെങ്കിൽ 200 രൂപ കേട്ടോ 1 കിലോ മീൻ ഫ്രൈ ചെയ്യുന്നതിന്. കുഞ്ഞുങ്ങോട്ട് നോക്കടാ. ഞാൻ ആ ഊഞ്ഞാലെ കയറിയപ്പോൾ അക്കുവിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്മ ഇരിക്കുന്നത് കൊണ്ട് ആ വശം താണിരിക്കുക, ഞാനിരിക്കുന്ന വശം പൊങ്ങിയിരിക്കുക. അമ്മ ഇറങ്ങിയാലേ എനിക്ക് ശരിക്കും ആടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നെ കളിയാക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്ക് മീൻ കൊണ്ടുള്ള ഓരോരോ വിഭവങ്ങളായിരിക്കും കേട്ടോ വീഡിയോയിൽ. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ ആ മീനിൻ്റെ തലയും വയറിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, നെയ്യൊക്കെ കൂടുതലുള്ള വശം, അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറിയൊക്കെ വെച്ചു. കുറച്ച് കപ്പയൊക്കെ മേടിച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മീൻ വറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.